ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ത്യയുടെ കയറ്റുമതി തീരുവ 50% ഉയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാണ് ഇന്ത്യക്ക് മേൽ 25% അധിക തീരുവ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയത്. ഇതോടെ ഇന്ത്യക്ക് മേലുള്ള അമേരിക്കൻ തീരുവ 50% ഉയരും. ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചു. 3 ആഴ്ചയ്ക്ക് ശേഷം പ്രാബല്യത്തിൽ വരുന്ന നിലയിലാണ് ട്രംപിന്റെ ഉത്തരവ്. അതേസമയം ഇന്ത്യയേക്കാൾ കൂടുതൽ റഷ്യ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്ക് 90 ദിവസത്തെ സമയമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. കയറ്റുമതി തീരുവ 50% ഉയർത്തിയ നടപടിയിൽ യുഎസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. യുഎസ് നടപടി അനീതിയും ന്യായീകരിക്കാനാവാത്തതും അകാരണവുമാണെന്ന് ഇന്ത്യ പ്രതികരിച്ചു. ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും രാജ്യം കൈക്കൊള്ളുമെന്നും വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ 50% കയറ്റുമതി തീരുവ സാമ്പത്തിക ബ്ലാക്ക്മെയിൽ ആണെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയെ ന്യായരഹിതമായ വ്യാപാര കരാറിലേക്ക് ഭീഷണിപ്പെടുത്തി ഒതുക്കാനുള്ള നീക്കമാണെന്നും തന്റെ ദൗർബല്യത്തെ ഇന്ത്യൻ ജനതയുടെ താൽപ്പര്യങ്ങളെ മറികടക്കാൻ പ്രധാനമന്ത്രി മോദി അനുവദിക്കരുതെന്നും സാമൂഹ്യമാധ്യമമായ എക്സിൽ രാഹുൽ കുറിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നിർജ്ജീവമെന്ന് വിശേഷിപ്പിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതികരിച്ച് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ആഗോള വളർച്ചയിൽ ഇന്ത്യയുടെ സംഭാവന 18%, എന്നാൽ യുഎസിന് ഇത് 11% മാത്രമാണെന്നും RBI ഗവർണർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾക്കും അപേക്ഷ നൽകാനുള്ള തീയതി നീട്ടുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകിട്ട് തീരുമാനമെടുക്കും. നിലവിൽ ഇന്നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഓഗസ്റ്റ് അവസാനം വരെ സമയം നീട്ടണമെന്ന് കോൺഗ്രസും CPIയും BJPയും ആവശ്യപ്പെട്ടിരുന്നു. സർവകലാശാല വൈസ് ചാൻസലർ വിഷയത്തിലെ ഗവർണർ സർക്കാർ പോരിൽ നിർണായക നീക്കമെന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. ഡിജിറ്റൽ സർവകലാശാല ആക്ടിൽ ഭേദഗതി വരുത്താനാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ച. ഇതിനായി ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. VC നിയമന വ്യവസ്ഥയിൽ അടക്കം മാറ്റം വരുത്താനാകും ഓർഡിനൻസ്. UGC നിർദ്ദേശവും സുപ്രീംകോടതി വിധിയും അനുസരിച്ച് മാറ്റം വരുത്താനാണ് തീരുമാനം. തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്ത് ബോണസ് വിതരണവും മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യും. മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു. വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ പീഡനങ്ങളുടെ ആശങ്കയെന്ന് KCBC. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചുവെങ്കിലും അന്യായമായി അവരുടെ പേരിൽ എടുക്കപ്പെട്ട കേസ് നിലനിൽക്കുണ്ടെന്നും KCBC പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇത് ഭീതിതമായ സാഹചര്യമാണെന്നും കന്യാസ്ത്രീകളുടെ പേരിൽ കേസ് പിൻവലിക്കണമെന്നും KCBC വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. മലയാള സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നതിന്റെ സ്ഥിരീകരണമല്ലേ നടി സേതുമാനെതിരായ കേസ് വ്യക്തമാക്കുന്ന നടി രഞ്ജിനി. നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിനെതിരായ നീക്കങ്ങളെയും രഞ്ജിനി വിമർശിച്ചു. അധികാരം പുരുഷന്മാരെന്ന് സ്ത്രീകൾക്ക് കൈമാറാൻ അമ്മയോ പ്രൊഡ്യൂസറോ കൗൺസിലോ തയ്യാറല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നും രഞ്ജിനി ചോദിച്ചു. ബലാത്സംഗ കേസിൽ പരാതി നേരിടുന്ന റാപ്പർ വേണ്ട ശനിയാഴ്ച നടക്കാൻ സംഗീത പരിപാടി മാറ്റിവെച്ചതായി വിവരങ്ങൾ. കൊച്ചി ബുൾഗാട്ടി പാലസിലെ ഓളം ലൈവ് എന്ന പരിപാടിയാണ് മാറ്റിവെച്ചത്. വേടൻ ഒളിവിൽ പോയതോടെയാണ് പരിപാടി മാറ്റിയത്. പരിപാടിക്ക് എത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനം. അതേസമയം മറ്റു ദിവസം പരിപാടി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. അനധികൃതമായി സേവനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 51 ഡോക്ടർമാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കാൻ ജീവനക്കാരെയാണ് നീക്കം ചെയ്തത്. അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതിനും കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. കണ്ണൂർ സർവകലാശാല യൂണിയൻ SFI നിലനിർത്തി 5 ജനറൽ സീറ്റുകളടക്കം 6 സീറ്റുകൾ SFI നേടി. തുടർച്ചയായി 26 തവണയാണ് കണ്ണൂർ സർവകലാശാല യൂണിയനിലേക്ക് SFI വിജയിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി 2 സീറ്റുകൾ MSFും KSUവും സഖ്യമായ UDSF SFIയിൽ നിന്ന് പിടിച്ചെടുത്തു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിത പുനരധിവാസം ലക്ഷ്യമിട്ട് പുനർഗേഹം പദ്ധതി വഴി സംസ്ഥാന സർക്കാർ മുട്ടത്തറയിൽ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയ പ്രൊജക്റ്റാണെന്ന് ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫിലിം കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. അടൂരിന്റെ പ്രസംഗത്തിൽ SC/ST വിഭാഗങ്ങൾക്കെതിരെ പരാമർശമില്ലെന്നും ഫണ്ട് നിർത്തലാക്കണമെന്നോ ഫണ്ട് നൽകുന്നത് ശരിയല്ലെന്നോ അടൂർ പറയില്ലെന്നുമാണ് പോലീസിന് ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നത്. ഫിലിം കോൺക്ലേവിലെ വിവാദ പരാമർശ സംവിധാനം അടൂർ ഗോപാലകൃഷ്ണനെതിരെ വനിതാ കമ്മീഷന് പരാതി നൽകി സംഘടനകൾ. WCC, ദിശ, അന്വേഷി ഉൾപ്പെടെയുള്ള വനിതാ സംഘടനകളാണ് പരാതി നൽകിയത്. ഇടുക്കി ഇടുമ്പൻചോലയിൽ പുതിയ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭരണാനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയ മെഡിസിപ്പിന്റെ 2ാം ഘട്ടത്തിൽ മന്ത്രിസഭാ യോഗം അനുമതി നൽകി. 2ാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തും. പദ്ധതി
10 ഇനം ഗുരുതര അവയവമാറ്റ രോഗ ചികിത്സാ പാക്കേജുകളും ഉണ്ടാകും. കോതമംഗലം അൻസലിൽ കൊലപാതക കേസിൽ പെൺസുഹൃത്ത് വിഷം കലക്കിയത് എനർജി ഡ്രിങ്കിൽ. വീട്ടിൽ തെളിവിനുൾപ്പെടെ എനർജി ഡ്രിങ്ക് കാനുകൾ കണ്ടെത്തി. കൊലപാതകവും ആസൂത്രണവും യുവതി തനിച്ചാണ് നടത്തിയ നിഗമനത്തിലാണ് പോലീസിനുള്ളത്. തെളിവെടുപ്പ് പൂർത്തിയായ യുവതിയെ റിമാൻഡ് ചെയ്തു. പള്ളിപ്പുറം തിരോധന കേസിൽ സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് റോസമ്മയുടെ വീട്ടിലും പരിശോധന നടത്തുന്നത്. ഇവരുടെ കോഴിഫാമിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നേരത്തെ പരിശോധന നടത്തിയിരുന്നു. റോസമ്മയുടെ വീടിന്റെ ഭാഗത്തും സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് റോസമ്മയുടെ വീടിന്റെ പരിസരവും കുഴിച്ച് പരിശോധിക്കാനാണ് തീരുമാനം. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ 16-കാരനെ ക്രൂരമായി മർദ്ദിച്ച സഹപാഠികളായ +1 വിദ്യാർത്ഥികൾ. തൃശൂർ കാരമൊക്ക് SNGH സ്കൂളിലെ +1 വിദ്യാർത്ഥികളാണ് സഹപാഠിയെ മർദ്ദിച്ചത്. കോഴിക്കോട് മുക്കം പെരുമ്പടപ്പിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടും. മുക്കം നഗരസഭ ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. മോഷണക്കുറ്റം ആരോപിച്ച് 11-കാരനെ പൊള്ളലേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 20 വർഷം കഠിന തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു കോടതി. ബന്ധുവായ സ്ത്രീയുടെ പണമടങ്ങിയ പേഴ്സ് മോഷ്ടിച്ചുവെന്നാരോപിച്ച് അയൽവാസിയായ കുട്ടിയുടെ ഇരു കൈകളും തുണി കൊണ്ട് കെട്ടി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ഗുരുതരമായ പൊള്ളലേറ്റ കുട്ടിയെ ഇക്കാര്യം മറച്ചുവെച്ച് ആശുപത്രിക്കുകയും ചെയ്തു. തിരുവനന്തപുരം കുളത്തൂർ പൊഴിയേരിലെ തങ്കപ്പന്റെ മകൻ ടൈറ്റസ് എന്ന് വിളിക്കുന്ന ജോർജ് ടൈറ്റസാണ് തിരുവനന്തപുരം അഡീഷണൽ കോടതി 20 വർഷ കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചത്. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ കുടുങ്ങിയ 28 മലയാളികളും സുരക്ഷിതരെന്ന് ഉത്തരാഖണ്ഡ് മലയാളി സമാജം പ്രസിഡന്റ് ദിനേശ്. ഡ്രൈവറുമായി ഫോണിൽ ബന്ധപ്പെട്ടതായും ഇവരെല്ലാം സുരക്ഷിതരാണെന്നും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. ഗംഗാനദിയിലെ ജലനിരപ്പ് ഉയർന്ന് വെള്ളപ്പൊക്കമുണ്ടാകുന്ന പുണ്യനദിയിൽ നിന്നുള്ള അനുഗ്രഹമെന്ന് ഉത്തർപ്രദേശിലെ ഫിഷറീസ് മന്ത്രി സഞ്ജയ് നിഷാദ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ചൈനയിലെത്തും. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികൾ ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഗോവ വിമാനത്താവളത്തിലെ ബാഗേജ് വേജ് സ്കെയിലുകൾ തമ്മിലുള്ള ഭാരത്തിൽ വലിയ വ്യത്യാസമുണ്ടെന്ന്. ഇത് കാരണം ഇൻഡിഗോ തന്റെ കയ്യിൽ നിന്ന് അമിതമായ പണം ഈടാക്കിയെന്ന് ആരോപിച്ച് ചണ്ഡീഗഡ് സ്വദേശി. എന്നാൽ ആരോപണം ഇൻഡിഗോ നിഷേധിക്കുകയും ചെയ്തു. ധർമ്മസ്ഥല കേസിൽ കൂടുതൽ സാക്ഷികൾ രംഗത്ത് വന്നേക്കുമെന്ന് സൂചന. സാക്ഷിയും പരാതിക്കാരനുമായ ആൾ മൃതദേഹം കുഴിച്ചിലെന്ന് കണ്ടുവെന്ന് മൊഴി നൽകാൻ സാധ്യതയുണ്ടെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ഫോൺപേ, ഗൂഗിൾ പേ തുടങ്ങിയ UPI ഇടപാടുകൾ ഇനി സൗജന്യമായി ലഭിക്കുന്ന സൂചന നൽകി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. UPI ഇടപാടുകൾക്ക് സ്ഥിരമായ ഒരു ഫണ്ടിംഗ് മാതൃക ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് സർക്കാർ ആരംഭിക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് നിലവിലെ മുഖ്യമന്ത്രിയുടെയും മുൻ മുഖ്യമന്ത്രിയുടെയും പേരും ചിത്രവും ഉപയോഗിക്കരുതെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. ഗാസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്ന് മന്ത്രിമാരുമായി ചർച്ച ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ. അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിന് സൂചകമായി ഇ-വേ ബില്ലുകളുടെ കണക്ക് ജൂലൈയിൽ റെക്കോർഡ്. ഏകദേശം 13.99 കോടി ഇ-വേ ബില്ലുകളാണ് ജൂലൈയിൽ രേഖപ്പെടുത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.